നമ്മൾ ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ പലസ്തീനിലെ മക്കളും ഉമ്മത്തിൽപ്പെട്ടവരാണ്. നമുക്ക് ഇവിടെ സന്തോഷവും സമാധാനമുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഗസയിലെ പാപങ്ങളാകുന്ന മുസ്ലിങ്ങളെ കൊന്നുകളയുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നടപടികളെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും കൃത്യമായി വിഷയങ്ങളെ പഠിക്കണം, മനസ്സിലാക്കണം. ഫലസ്തീൻ അത് അറബികളുടേതാണ്. അത് സയനിസ്റ്റിന്റേതുമല്ല, ഒരു ജൂതന്റേതുമല്ല, ഒരു ഇസ്രയേലിന്റേതുമല്ല. ആരാണ് ഇസ്രയേൽ? 1948 മെയ് 14 വരെ ഇസ്രയേൽ എന്ന രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിലില്ല. ലോകത്തിന്റെ മാപ്പ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ, ഇന്റർനെറ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ 1948 മെയ് 14 വരെ ലോക മാപ്പിൽ ഇസ്രയേൽ എന്ന രാജ്യമില്ല. പക്ഷെ ഫലസ്തീൻ ഉണ്ട്. 1948 മെയ് 14 ഫലസ്തീനിയുടെ നെഞ്ചത്തോട് ലോകമാസകരമായ ജൂതന്മാരെ എല്ലാവരെയും കൊണ്ടുവച്ച് താമസിപ്പിച്ച് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അന്ന് കൈകാര്യം ചെയ്തിരുന്ന ചില കുബുട്ടികളുടെയും അവിടെ ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്രശ്നം ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന്റെ ചരിത്ര താരങ്ങൾ നമ്മൾ പഠിക്കണം, നമ്മുടെ യുവാക്കൾ പഠിക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫലസ്തീനിലേക്ക് ജൂതന്മാരായി കടന്നു വന്ന ഇന്ന് ഇസ്രയേൽ രാഷ്ട്രത്തെ തലവനും ഇസ്രയേൽ ഭരിക്കുന്ന നെതന്യാഹു അടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നവരാണ്. അവരാരും ഫലസ്തീനിൽ ജനിച്ചവരല്ല. ബെഞ്ചമിൻ നെതന്യാഹു ഫലസ്തീൻ അല്ല. ഏറോൻ ഷാരോൺ ഫലസ്തീനിൽ ജനിച്ചവനല്ല. അവനെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. 10 ലക്ഷത്തോളം വരുന്ന അറബികൾ താമസിച്ചിരുന്ന ഫലസ്തീൻ എന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ നടുക്കിലേക്ക് ലോകമാസനം ചിഹ്നിച്ചിരിക്കുന്ന ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമെന്നോണം അവിടെ കൊണ്ട് താമസിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് വരെ ലോകത്ത് തീർന്നിട്ടില്ലാത്ത നിലവിളികളുടെയും പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും കുടുംബ മക്കളുടെ കരച്ചിലടങ്ങാത്ത വിഷപ്പടങ്ങാത്ത അവരുടെ ശരീരങ്ങൾ മയ്യത്തായി ചിഹ്നിച്ചിതറി കിടക്കുന്ന കാഴ്ചകളെല്ലാം ആരംഭം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരംഭം 1948 മെയ് 14 മുതലാണ്. അവിടെ മുതലാണ് ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപവൽക്കരണം നടത്തുന്നത് ബ്രിട്ടൻ, അമേരിക്ക ഉൾപ്പെടെയുള്ള ആ കാലത്ത് കുട്ടികളുടെ മനസ്സിൽ വെച്ച ആശയമാണ്. അതിനെ പിന്നെ ഒരുപാട് ചരിത്രമുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ, ഒരു എക്സാമ്പിൾ ഈ നാട്ടിലാണ് സാമ്യാർമഠം. ഇവിടെ നല്ലൊരു റൗഡിയായ ഒരു മനുഷ്യൻ ഉണ്ട്. നമ്മളെല്ലാവരും പേടിക്കുന്ന റൗഡി അല്ല കയ്യത്തോടെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടില് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പൊ മറ്റൊരു നാട്ടിലെ ഒരാൾ ഇയാളുമായി കമ്പനി കൂടും. ഈ നാട്ടിലെ ആൾ, അതായത് ഉദാഹരണം ഒരാൾ ഇവിടെ കമ്പനി കൂടിയിട്ട് അയാളും ഇയാളും തമ്മിൽ പറയുകയാണ്, എനിക്ക് സാമ്യാർമഠത്തിൽ ഒരു വീട്ടിൽ താമസിക്കണം. ഈ റൗഡിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? അദ്ദേഹം സാമ്യാർമഠത്തിൽ ഒരു വീട്ടിൽ താമസിക്കുകയും അങ്ങനെ വീട്ടിൽ താമസിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആയുധം നീ ഉപയോഗിച്ചോ, ഞാനുണ്ട്, പേടിക്കണ്ട, ധൈര്യത്തോടെ നിന്നോ. അപ്പൊ വീട്ടുകാരന്റെ പേടിയാണ്, ഈ റൗഡിയെ പേടിയാണ്. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ വീട്ടിൽ താമസിക്കാൻ അവസരം കൊടുത്തു. 1ാമത്തെ ദിവസം അടുക്കള അവന്റെ കയ്യിലായി, 2ാമത്തെ ദിവസം വാഷേരി അവന്റെ കയ്യിലായി, അങ്ങോട്ട് നോക്കുവാൻ താമസിക്കുന്നില്ല. 3ാമത്തെ ദിവസം ഹാൾ അവന്റെ കയ്യിലായി. നാളിലന്ന് ആ കുടുംബത്തിന്റെ വീട്ടിനെ കുറിച്ച് പുറത്താക്കിയിട്ട് എഴുതുകടവരുന്നത് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലുള്ളതാണ് നമ്മുടെ നാട്ടിലെ വീട്ടിൽ വന്ന് ഈ നാട്ടിലുള്ള റൗഡിയുടെ സഹായത്തോടു കൂടി ആ വീടിന്റെ അടുക്കളയും റെസ്റ്റ് ഏരിയയും ആളും പിടിച്ച് 3ന്റെ അന്ന് ആ വീട് മുഴുവൻ പിടിച്ചു. ഇത് എത്രമാത്രം അന്യായമാണ്. ഇതുപോലെയാണ് ഫലസ്തീനിൽ സംഭവിച്ചത്. മുഅ്മിനീങ്ങൾ നാം മനസ്സിലാക്കണം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്തോടു കൂടി ആ നാട്ടിലേക്ക് കടന്നു വന്ന് അഭയം കൊടുത്തവരാണ്, അവരെ സഹായിച്ചവരാണ് മുസ്ലിമീങ്ങൾ. സഹായിച്ച് അവസാനം വീട്ടിലേക്ക് കുടിയിരുത്തുവാനായി കയറി വന്ന് ആ വീടിന്റെ ഓരോ മൂലയും പിടിച്ചെടുത്ത്
അവസാനം വീട്ടിന്റെ യഥാർത്ഥ അവകാശിയെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നു. കണ്ണും പൂട്ടി നമുക്ക് പറയാം ഇത് തോന്നിവാസമാണ്. ഇതാണ് ശരിക്കും 10 ലക്ഷം അറബികൾ മാത്രം താമസിച്ച ഫലസ്തീന്റെ നടുത്തളത്തിൽ 1948 മെയ് 14 നടക്കുന്നത്. ലോകമാസനം എവിടേക്കോ താമസിക്കുന്ന ജൂതന്മാരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. ജൂതന്മാർക്ക് രാജ്യം വേണം, ജൂതന്മാർക്ക് രാജ്യം വേണം. ജൂതന്മാർക്ക് അത് ചരിത്രം പറയാനുണ്ട്, പലതും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും നാം മുസ്ലിങ്ങൾ എതിർക്കുന്നില്ല, മുസ്ലിങ്ങൾക്ക് പ്രതികളുമല്ല. ആ ചരിത്രത്തിന്റെ ആഴങ്ങളിൽ കടക്കാൻ സമയമില്ല. പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരും അംഗീകരിക്കുന്ന പ്രവാചകനാണ്. അത്ഭുത ചരിത്രം അവർ പറയുന്നു. യൂറോപ്യൻ ജനതയ്ക്ക് ജൂതന്മാരെ കാണുന്നവരെ അവർക്ക് ദേഷ്യമായിരുന്നു. നമ്മൾ ചെറുപ്പക്കാർക്ക് അറിയില്ല ഈ വിഷയങ്ങൾ. ഷേക്സ്പിയറിന്റെ സാഹിത്യം വായിച്ചു നോക്കൂ നിങ്ങൾ. ക്രൂരനായ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് ജൂതനായിരുന്നു. ഷേക്സ്പിയറിന്റെ കഥയിൽ എഴുതുന്നുണ്ട് ഷൈലോക്ക് ജൂതനായിരുന്നു. കഥാപാത്രങ്ങളൊക്കെയും വില്ലന്മാരെല്ലാവരും ജൂതന്മാരാണ്. ജൂതന്മാർക്ക് യൂറോപ്യർക്ക് ഇഷ്ടമല്ല. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് പിന്നിൽ കളിച്ച കലങ്ങൾ ജൂതന്മാരുടെ കലമാണ്. അവിടുത്തെ പരിശുദ്ധ മാതാവ് മറിയം ഇനിയ മോശമായ വാർത്ത പറഞ്ഞത് ജൂതന്മാരാണ്. പോർച്ചുഗലിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട ജൂതന്മാരെ, ആ ജൂതന്മാർക്ക് അഭയം കൊടുത്തത്, അവർക്ക് സമാധാനത്തോടു കൂടി അവരെ കൊണ്ടുപോയത് പലപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഇടം കൊടുത്തത് മുസ്ലിം രാജ്യങ്ങളാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ അവകാശം കൊടുത്ത ബൈത്തുൽ മുഖദ്ദസ് ഇടം കൊടുത്തത് മുസ്ലിമാണ്. അവിടെയാണ് നമുക്ക് അമേരിക്കയിൽ ഇടം വേണം, ആഫ്രിക്കയിൽ ഇടം വേണം. പലതരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ലോകത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ജൂത സമൂഹങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പല പ്രൊപ്പോസലുകളും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പലസ്തീൻ തന്നെ വേണമെന്ന് തീരുമാനിച്ചു വന്നതല്ല. അതിന്റെ എല്ലാം ഒടുവിലാണ് ഫലസ്തീനിലേക്ക് അവർ കടന്നു വരുന്നത്. അവർ ഫലസ്തീൻ സ്വീകരിക്കുകയാണ്. അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നിരിക്കിട്ട് അവർക്ക് ആയുധങ്ങൾ കൊടുത്തു. അവിടെ ജയിച്ച, അവിടെ ഉണ്ടായിരുന്ന, അവിടെ വീടുണ്ടായിരുന്ന, അവിടെ തൊഴിലെടുത്ത ലക്ഷക്കണക്കിന് അർണബികളെ കുഴിച്ചു കൊടുത്തു. ആ അർണബികളെ നാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാൾ വീട്ടിലേക്ക് കയറി വന്നു. ആ വീട്ടിന്റെ ഓരോ റൂമുകളും പിടിച്ചെടുത്തു. ഒരു ചട്ടമ്പിയുടെ സഹായത്തോടു കൂടി പിടിച്ചെടുത്തു. പറഞ്ഞതുപോലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആശീർവാദത്തിന്റെയും അവരുടെ സഹായത്തോടു കൂടി ഒരു വലിയ രാജ്യത്തിന്റെ ഒരു മൂലയിൽ വന്ന് സഹായം തേടി വന്ന ഒരു സംഘം ആളുകൾ ആ രാജ്യത്തെ ജനങ്ങളെ ഒക്കെ കൊന്നു കളഞ്ഞിട്ട് ആ രാജ്യത്തെ പിടിച്ചെടുക്കുന്നു. ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കുകയാണ്. ഫലസ്തീനെ വേദനിക്കുമ്പോൾ വിശ്വാസിക്ക് വേദനിക്കണം. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. ആ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ഒന്നാമത്തെ കിബിലതാണ്. അവിടെ നിന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ ആരംഭിച്ചത് അവിടെ നിന്നാണ്. ഫലസ്തീനെ വേദനിക്കുമ്പോൾ നമ്മുടെ ഉള്ള നോവണം അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഫലസ്തീനെ വേദനിക്കുമ്പോൾ നമ്മുടെ ഉള്ള പിടയണം അവിടെയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഫലസ്തീനെ വേദനിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കരയണം അവിടെയാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസ് നോക്കുമ്പോൾ നമുക്ക് നോക്കണം അവിടെയാണ് നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാം. അവിടെയായിരുന്നു നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം. അതിന്റെ ചാരത്തായിരുന്നു പിറന്നു വീണത് റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ഉമ്മ മറിയം പ്രസവിച്ച സ്ഥലം ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഇന്നും അവിടെയുണ്ട്. ഫലസ്തീൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് പവർ ഉള്ളതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ബഹുമാനിപ്പിക്കുന്ന ഒരു നാടുണ്ട്. അവിടെ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഇടം അവിടെയുണ്ട്. അവന്മാർ ഈ ജൂതന്മാർ ചോരക്കടമാക്കിയ ചർച്ച് ഓഫ് നേറ്റിവിറ്റി മറിയം ദേവി പ്രസവിച്ച സ്ഥലം. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ഉമ്മ മറിയം ദേവി പ്രസവിച്ച സ്ഥലം ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. വർഷങ്ങളോളം ആ പള്ളി നോക്കി നടത്തിയ മുസ്ലിങ്ങളായിരുന്നു. അത്ര പരിശുദ്ധമായ ഇടങ്ങൾ. ആ
ആ ഭൂമിയുടെ അവകാശം ഇവര് പറയുന്നത് പലസ്തീൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞ ഖുർആൻ അതിനു മുമ്പേ മറുപടി കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾ ആരും വിചാരിച്ചു പോകരുത് പലസ്തീനിലെ പ്രശ്നങ്ങൾ പലസ്തീൻ കൊണ്ട് മാത്രം ഒതുങ്ങുമെന്ന് നാം വിചാരിച്ചു പോകരുത്. എനിക്ക് തെറ്റാണ്. ഇസ്രായേലിന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? പലസ്തീൻ മാത്രമല്ല, ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ പലസ്തീൻ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഖത്തർ ഉൾപ്പെടെ. എന്താണ് അവരുടെ ലക്ഷ്യമെന്ത്? അവരുടെ പ്ലാനിങ് എന്താണ്? ഗ്രേറ്റർ ഇസ്രായേൽ. ഇന്റർനെറ്റ് ഒന്ന് സെർച്ച് നോക്കി അറിയാം. ഗ്രേറ്റർ ഇസ്രായേൽ. അവരുടെ ചിന്ത എന്താണ്? റഫയോ, ഗസയോ, ജെറുസലേമോ, അവിടുത്തെ തെൽ അവീവിലെ നഗരങ്ങളോ മാത്രമല്ല, ഇസ്രായേലിന്റെ മനസ്സിലുള്ള ചിന്ത ഈജിപ്തും ജോർദാനും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളടക്കം മുഴുവൻ പിടിച്ചെടുക്കലാണ്. അതിലുണ്ട് മക്കത്തുൽ മുകറമ, അതുണ്ട് മദീന, ആ ഭാഗങ്ങളിലുള്ള പരിശുദ്ധമായ സ്ഥലങ്ങളെല്ലാം ഇവിടെ മനസ്സിലുണ്ട്. ഇതെല്ലാം തങ്ങളുടേതാക്കി മാറ്റണം. അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അവരുടെ ചിന്ത. നിങ്ങൾ ചർച്ച നോക്കിയാൽ അവരുടെ ആശയം അതാണ്. ഇതെല്ലാം അവർക്ക് പിടിച്ചെടുക്കണം. മക്കയും മദീനയും അടക്കം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മുഴുവൻ പിടിച്ചെടുക്കണമെന്ന ഒരു ആശയം കൊണ്ട് നടത്തുന്നവരാണ് ഈ ഇസ്രായേലുകൾ. ഗ്രേറ്റർ ഇസ്രായേൽ നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫലസ്തീനിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല പലസ്തീൻ നടക്കുന്നത്. സയനസിന്റെ മനസ്സിലുള്ള ചിന്ത ഗ്രേറ്റർ എന്ന ഇസ്രായേൽ എന്ന ഒരു ടൈറ്റിൽ അത് നമ്മളൊക്കെ പൊള്ളുന്ന ആശയം. മദീനയെ തൊടുന്ന ആശയമാണ്, മക്കയെ തൊടുന്ന ആശയമാണ്, നമ്മുടെ വിശുദ്ധ ഭൂമിയെല്ലാം പിടിച്ചെടുക്കുന്ന ആശയമാണ്. അതിന്റെ സിറിയയും ലബനാനെയും ജോർദനെയും ഈജിപ്തിനെയും ഇറാഖിനെയും ഇറാനിനെയും ഇതിനെയൊക്കെ തൊടുന്ന ആശയമാണ്. അതിന് മുമ്പിൽ വെക്കുന്നത് ഇവിടെ കൂടിയ ഈ പ്രദേശത്തെല്ലാം കൂടി സഞ്ചരിച്ചിട്ടുണ്ട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അവർ ആദരിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ്. ഇസ്രായേൽ അവർ ആദരിക്കുന്ന പ്രവാചകൻ. ഈ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സഞ്ചരിച്ച റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളെല്ലാം. അത് അവരുടെ പ്രവാചകനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ജോർദാനും ഇറാനും ഇറാഖും മദീനയും മക്കയും ഒക്കെ അവരുടെ ആശയങ്ങളാണ്. എന്നാൽ അതിനുണ്ട് ഖുർആൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആശയത്തിന്റെ വിശാലത ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. ഇവിടെ കൂടിയെല്ലാം ഈ വഴിയെല്ലാം സഞ്ചരിച്ചു ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം. അതിന്റെ മറുപടി ഖുർആൻ പറയുന്നു. മുമ്പ് പറഞ്ഞു ഫലസ്തീനിന്റെ മണ്ണ് ചോദിച്ച ഒരു യഹൂദിയും ഒരു ജൂതനും ഇങ്ങോട്ട് വണ്ടി കയറേണ്ടയില്ല. മാകാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്റാനിയ. ഖുർആൻ പറയുന്നു ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയല്ല. ഇബ്രാഹിം അവിശ്വാസിയായിരുന്നില്ല. വലാകിൻ കാനു ഹനീഫൻ മുസ്ലിമാ. ഖുർആൻ പറയുന്നു ഇബ്രാഹിം പച്ചയായ തൗഹീദിൽ വിശ്വസിച്ച മുസ്ലിമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ഞങ്ങളുടെ മണ്ണ് ചോദിച്ചുകൊണ്ട് ഒരു യഹൂദിയും ഒരു ജൂതനും ഇങ്ങോട്ട് കടന്നു വരണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് ശാന്തമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ശാന്തത നശിപ്പിച്ച് നമ്മുടെ ജീവിതവും വീടും ഫലസ്തീനിൽ നിന്ന് നിറകണ്ണുകളോടുകൂടി ഫലസ്തീനിൽ നിന്നും വീട് പൂട്ടി ഇറങ്ങി വേറെ രാജ്യങ്ങളിലേക്ക് പോയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അവരുടെ വീട് എവിടെയാണ്? അവരുടെ സ്ഥലങ്ങൾ എവിടെയാണ്? ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന നരഭോജി ഒരു കാലത്ത് ഫലസ്തീനിൽ വിസയടിച്ച രാജ്യത്തേക്ക് വന്നവരാണ്. പിന്നീട് ആ രാജ്യത്തിന്റെ അവകാശം മാറുകയാണ്. എന്നിട്ടോ അവിടെയുള്ള ജനങ്ങളെ തങ്ങളെ കൂടെയുള്ളവർ നൽകിയ ആയുധം, അമേരിക്കയും ബ്രിട്ടനും കൊടുത്ത ആയുധം കൊണ്ട് പാവപ്പെട്ടവരെ കൊന്നുകളയുകയാണ്. ചിന്തിച്ചു നോക്കൂ. ഒരു മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാൻകാരി എന്ന പെണ്ണിന് നേരെ ഒരു വെടിയുണ്ട കൊടുത്തപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ഫലസ്തീന്റെ മണ്ണിൽ ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിഞ്ചു മക്കള് വെട്ടിക്കൊന്നിരുന്നു, ബോംബിട്ട് തകർക്കുന്നു. എന്തുകൊണ്ടാണ് ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്തത്? മലാല യൂസഫ്സായി എനിക്കറിയാം. മലാല യൂസഫ്സായി എന്ന പെണ്ണിനെ ഒരു വെടിയുണ്ട അവളെ കൊണ്ട് നിർത്തിയ യുഎയിലാണെങ്കിൽ ഇതാ 10,000 പിഞ്ചോമന മക്കളുടെ ശവശരീരങ്ങൾ വെന്തുപൊടിയുമ്പോൾ അത് കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല? ലോകം എന്താണെന്ന് അറിയാത്ത പാവങ്ങളായ ചോളക്കുഞ്ഞുങ്ങൾ, കുഞ്ഞുമക്കൾ. ലോകത്ത് പലതിനും അവകാശം പറയുന്നവരില്ലേ? ഇവിടുത്തെ മണ്ണിന് അവകാശം പറയുന്നവരില്ലേ? ഇവിടുത്തെ നാടിന് അവകാശം പറയുന്നവരില്ലേ? ഇവിടുത്തെ പള്ളിക്ക് അവകാശം പറയുന്നവരില്ലേ?
നമ്മൾ താമസിക്കുന്ന പലതിനും അവകാശം പറയുന്നവരില്ലേ? ഒരു നായയ്ക്ക് വരെ അവകാശം പറയാൻ വാദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഒരു മരത്തിന് അവകാശിക്കണം, പക്ഷികൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. ഈ ലോകത്ത് പലതിനു വേണ്ടിയിട്ടും അതിന്റെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന പലതിനുണ്ട്. നായകൾക്ക് വേണ്ടി പട്ടിക്ക് പോലും അവകാശം പറയുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മൂലം ഇസ്രായേൽ കൊന്നുകളഞ്ഞ 60,000 മനുഷ്യരെയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളില്ല. എന്തുകൊണ്ടാണ് ആരുടെയും നാവുകൾ കൊയ്യാത്തത്? 60,000 മനുഷ്യരെ കൂട്ടക്കൊല്ലി നടത്തിയ ചിത്രം ആധുനിക ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പ് എല്ലാ സ്ഥലത്തുമുണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല, ജപ്പാനെ പങ്കെടുപ്പിച്ചില്ല. എന്താണ് കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇടപെട്ടു എന്ന കാരണം കൊണ്ട് ഈ രണ്ട് രാജ്യത്തെ മാറ്റിവരുത്തി. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല. 1920-ലും 24-ലും ഒളിമ്പിക്സിന് മത്സരിക്കാൻ ജർമ്മനിക്ക് അവകാശമില്ലായിരുന്നില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. 1992-ൽ അന്നത്തെ ഒളിമ്പിക്സിൽ അന്നത്തെ കായിക മത്സരങ്ങൾക്ക് ഒന്നും ഇടപെടാൻ യൂഗോസ്ലാവിയ രാജ്യത്തിന് അവസരം കൊടുത്തില്ല ലോകം. കാരണം അവരുടെ നാട്ടിൽ നടന്ന സർബിയയിൽ നടന്ന കലാപം അതിന് കാരണമാണ്. ഈ തൊട്ടടുത്ത് തന്നെ 2022-ൽ ലോകകപ്പിൽ നിന്നും ഫിഫ ലോകകപ്പിൽ നിന്നും റഷ്യയെ പുറത്താക്കി. ഫിഫ ലോകകപ്പിൽ റഷ്യക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എന്ത്? 2022 ലോകകപ്പിൽ ഫിഫയെ പുറത്താക്കാനുള്ള കാരണം യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ കാരണത്തിന്റെ പേരിലാണ്. ചിന്തിച്ചു നോക്കണം. 948 മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളയുന്ന ഈ ഇസ്രായേലിനെ എപ്പോഴെങ്കിലും ഒരു രാജ്യത്തിന്റെ പേരിൽ ഒഴിവാക്കിയോ? ഒരു ലോകവേദികളും ഇസ്രായേലിനെ മാറ്റി നിർത്തിയോ? ചിന്തിക്കേണ്ടതാണ്. ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മനുഷ്യരെ കൊന്നുകളഞ്ഞ, ഇത്രയും മനുഷ്യരെ ക്രൂരമായി നരഭോജികൾ പോലും ചെയ്യുന്ന ക്രൂരമായി കൊന്ന ഇസ്രായേലിനെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നിന്നും, ഒരു ഒളിമ്പിക്സിൽ നിന്നും, ഒരു ലോകവേദിയിൽ നിന്നും മാറ്റി നിർത്തിയോ? ഈ കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. യുക്രൈനുമായി ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ കാരണം പറഞ്ഞ് വലിയ രാജ്യമായ റഷ്യയെ മാറ്റി നിർത്തി. നമ്മൾ ചിന്തിക്കണം. അവിടെ ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പറയുന്നുണ്ട്, യഹൂദികൾക്ക്, ജൂതന്മാർക്കാണ് മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകത്തെ എല്ലാ നീതിയും ന്യായവും ഇസ്രായേലിന്റെ മുമ്പിൽ പാടില്ലല്ലോ. അന്ന് മുതൽ എഴുതപ്പെട്ട ഏതെല്ലാം കരാറുകളുണ്ടോ അവയെല്ലാം ലംഘിച്ചു. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും ഫലസ്തീന്റെ കൂടെയായിരുന്നു. ഇന്നും ന്യായം അങ്ങനെയാണ്. മനുഷ്യർക്ക് ഫലസ്തീന്റെ കൂടെ നിൽക്കാനേ പറ്റൂ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി അങ്ങനെ തന്നെയാണ്. ഇന്നും നരേന്ദ്രമോദി ഗവൺമെന്റ് അടക്കം ഫലസ്തീന്റെ കൂടെയുണ്ട്. മനുഷ്യർക്ക് ഫലസ്തീന്റെ കൂടെ നിൽക്കാനേ കഴിയൂ. നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾക്ക് മാത്രം കഴിയൂല. കാരണം അവര് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പോലും പങ്കെടുത്തിട്ടില്ലല്ലോ. പിന്നെ അവരെങ്ങനെയാണ് വേറെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അവർ പങ്കെടുക്കുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യർക്ക് വേണ്ടി ലോകം മുഴുവനും സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ നാടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ആകാമായ പ്രാർത്ഥനകളാണ് ആ നാടിന് വേണ്ടി നാം റബ്ബ് ചോദിക്കുന്നത്. ഫലസ്തീനു വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. വഖഫ് ബില്ലിന്റെ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ഒരു ഇടക്കാല വിധി വന്നിട്ടുണ്ട്. ആ ഇടക്കാല വിധി സന്തോഷിക്കാൻ മാത്രമില്ലെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് ചെറിയ ആശ്വാസം കിട്ടുമെന്ന്